നമസ്കാരം. 132 അടി ഉയരമുള്ള മൊബൈൽ ടവർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഏതാനും ദിവസം മുൻപ് ബീഹാറിലെ ബക്സർ ജില്ലയിലെ ദുംറാവൺ പ്രദേശത്ത് നിന്ന് വന്ന വാർത്ത ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ സംഭവം ഒന്ന് പരിശോധിക്കുമ്പോൾ ഭാഗികമായി മാത്രമേ അതിൽ സത്യമുള്ളൂ എന്ന് കാണാം. വർഷങ്ങളായി വാടക നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്ഥലമുടമ തന്നെ അത് പൊളിച്ചു വിറ്റതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. GTL ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാണാതായ ഈ ടവർ. ഇതോടൊപ്പം 15 kVA ജനറേറ്റർ, മറ്റു വില കൂടിയ സാങ്കേതിക ഉപകരണങ്ങളും കാണാതായി. ഈ ടവർ വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുകയുമായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി കമ്പനി ജീവനക്കാർ സ്ഥലത്തെത്തിയപ്പോഴാണ് ടവർ അവിടെ ഇല്ല എന്നറിയുന്നത്. ഗ്യാസ് കട്ടറുകളും ക്രെയിനുകളും ഉപയോഗിച്ച് ദിവസങ്ങളെടുത്ത് ടവർ അപ്പാടെ മുറിച്ചു കടത്തിയതായി കമ്പനി പരാതിയും നൽകി. പക്ഷേ പോലീസ് അന്വേഷണത്തിലാണ് ട്വിസ്റ്റ് ബോധ്യപ്പെട്ടത്. 2010 സ്ഥലം ഉടമയായ ഹരേനാഥ് യാദവ് ടവർ സ്ഥാപിക്കാൻ 12 വർഷത്തെ കരാർ നൽകിയത്. 2022 കരാർ കാലാവധി അവസാനിക്കുകയും ചെയ്തു. എന്നാൽ 2017 മുതൽ കമ്പനി ഇയാൾക്ക് വാടകയൊന്നും നൽകിയിരുന്നില്ല. കമ്പനിക്ക് പലതവണ നോട്ടീസ് അയച്ചിട്ടും അവർ യാതൊരു മറുപടിയും നൽകിയില്ല. ഒടുവിൽ നിരാശനായ സ്ഥലം ഉടമ തന്നെ ടവർ പൊളിച്ചു വിൽക്കുകയായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തി. മൊബൈൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയും വർഷങ്ങളായുള്ള അനാസ്ഥയുമാണ് ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന ഇത്രയും വലിയൊരു നിർമ്മിതി പൂർണ്ണമായി അപ്രത്യക്ഷമാകാൻ കാരണമായത്. മൊബൈൽ ടവർ മോഷണ വാർത്ത പൂർണ്ണമായും ശരിയല്ലെങ്കിലും ഇത്തരം ഭീകര കവർച്ചകൾ നടക്കുന്ന പ്രദേശം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമായ ബീഹാർ. പാതി ടാർ ചെയ്ത റോഡ് പൊളിച്ചുകൊണ്ടുപോയതും ഇരുമ്പ് പാലം മോഷണം പോയതും അടക്കമുള്ള നിരവധി വാർത്തകൾ ബീഹാറിൽ നിന്ന് മുമ്പ് വന്നിട്ടുണ്ട്. ട്രെയിൻ എഞ്ചിനും എന്തിന് ഒരു പ്രദേശത്തെ കുളവും തന്നെ നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കവർച്ചകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശമാണ് ബീഹാർ. ബീഹാറിൽ പ്രതിവർഷം ശരാശരി 20,000 മുതൽ 30,000 വരെ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ദേശീയപാതയിലൂടെ പോകുന്ന ലോറി കള്ളുവെച്ച് കൊള്ളയടിച്ച സംഭവങ്ങൾ ഇന്നും തുടരുന്നു. ജംഗൽ രാജ് എന്ന് വിളിക്കുന്ന ലാലു കുടുംബത്തിൻ്റെ ഭരണം അവസാനിച്ചിട്ടും ബീഹാറിൽ തസ്കര രാജ് തുടരുകയാണ്. 60 അടി നീളമുള്ള ഇരുമ്പ് പാലം കള്ളന്മാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? 2022 ബീഹാറിലെ റോഹ്താസ് ജില്ലയിൽ അമിയാവാർ ഗ്രാമത്തിലാണ് സംഭവം. ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന എത്തിയ കള്ളന്മാർ ഗ്യാസ് കട്ടറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ച് 60 അടി നീളവും 500 ടൺ തൂക്കവുമുള്ള ഒരു പഴയ ഇരുമ്പ് പാലം 3 ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായും പൊളിച്ചു കടത്തി. ഗവൺമെൻറ് ഉത്തരവ് പ്രകാരമാണ് പാലം പൊളിക്കുന്നതെന്ന് കരുതി നാട്ടുകാരും പ്രാദേശിക ഉദ്യോഗസ്ഥരും ഇവരെ സഹായിക്കുക പോലും ചെയ്തു. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ ജലവിഭവ വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം 8 പേർ ഇതിൽ അറസ്റ്റിലാവുകയും ചെയ്തു. ബംഗാ ജില്ലയിലെ ഖരൌണി ഗ്രാമത്തിലാണ് റോഡ് അപ്രത്യക്ഷമായത്. ഗ്രാമത്തെ പ്രധാന റോഡുമായി ബന്ധിപ്പിക്കുന്ന 2 കിലോമീറ്റർ നീളമുള്ള ഒരു പൊതു റോഡ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും കാണാതായി. ചില സാമൂഹ്യ വിരുദ്ധർ ട്രാക്ടറുകളും ഉഴുവ് യന്ത്രങ്ങളും ഉപയോഗിച്ച് റോഡ് പൂർണ്ണമായി ഉഴുതുമറിച്ച് കൃഷിഭൂമിയാക്കി മാറ്റുകയും അവിടെ ഗോതമ്പ് വിതയ്ക്കുകയും ചെയ്തു. നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തപ്പോൾ അവർ അക്രമം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. 2022 ബെഗുസരായ് ജില്ലയിലെ ഗർഹാര യാർഡിലാണ് നിർത്തിയിട്ട ട്രെയിനിൻ്റെ എഞ്ചിൻ അടിച്ചുകൊണ്ടുപോയത്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുവന്ന ഒരു റെയിൽവേ ഡീസൽ എഞ്ചിൻ കള്ളന്മാർ പാർട്സുകളായി അഴിച്ചെടുത്ത് കടത്തുകയായിരുന്നു. റെയിൽവേ യാർഡിലേക്ക് രഹസ്യമായി ഒരു തുരങ്കം നിർമ്മിച്ചാണ് തസ്കര സംഘം അകത്ത് കയറിയത്. ദിവസങ്ങളോളം എഞ്ചിൻ്റെ ഓരോ ഭാഗങ്ങളായി അഴിച്ച് ചാക്കുകളിലാക്കി ഈ തുരങ്കം വഴി കടത്തുകയായിരുന്നു രീതി. മുസഫർപൂരിലെ ഒരു ആക്രിക്കടയിൽ നിന്നാണ് 13 ചാക്ക് എഞ്ചിൻ ഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തത്. 2023 സമസ്തിപൂർ റെയിൽവേ ഡിവിഷനിലാണ് റെയിൽവേ ട്രാക്ക് വിറ്റ സംഭവം അരങ്ങേറിയത്. അടച്ചുപൂട്ടിയ ലോഹത് ഷുഗർ മില്ലിനെ പണ്ടോൾ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരുന്ന 2 കിലോമീറ്ററോളം നീളമുള്ള റെയിൽവേ ട്രാക്കാണ് ആക്രി വ്യാപാരികൾക്ക് മോഷണ സംഘം വിറ്റത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടെയാണ് ഈ വലിയ മോഷണം നടന്നത്. സംഭവത്തെ തുടർന്ന് 2 RPF ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ ട്രാക്ക് പൊളിക്കാൻ തങ്ങൾ കരാറെടുത്തുവെന്ന് വ്യാജരേഖ കാണിച്ചാണ് അവർ പാളം കച്ചവടമാക്കിയത്. ഒരു മുഴുവൻ കുളം അപ്രത്യക്ഷമായത് 2023 ദർഭംഗ ജില്ലയിലാണ്. നാട്ടുകാർ പൊതുവായി ഉപയോഗിച്ചിരുന്ന ഒരു വലിയ കുളം ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. പ്രദേശത്തെ ഭൂമാഫിയ രാത്രികാലങ്ങളിൽ JCBകളും ട്രക്കുകളും ഉപയോഗിച്ച് മണ്ണുകൊണ്ട് കുളം പൂർണ്ണമായി മൂടുകയായിരുന്നു. കുളം നികത്തിയ ശേഷം അവിടെ പെട്ടെന്ന് തന്നെ താൽക്കാലികമായി ഒരു മുളം കുടിലും അവർ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുളം ഉള്ളതായി പോലും അറിയില്ല. ഈ രീതിയിലാണ് ബീഹാറിലെ മോഷണങ്ങൾ. ബീഹാറിൽ ചെറിയ ഒരു പോക്കറ്റടി സംഘങ്ങളല്ല, മറിച്ച് അതീവ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളാണ് വാഴുന്നത്. കുറുവ സംഘത്തെ പോലെ മോഷണം നടത്താനെത്തുന്നവർ രാത്രിയിൽ ഒളിച്ചു വരികയല്ല ചെയ്യുന്നത്. പകരം അവർ പൊതുമരാമത്ത് വകുപ്പ്, റെയിൽവേ അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരായി വ്യാജരേഖകളും ID കാർഡുകളുമായി പകൽ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടും. JCBകൾ, വലിയ ക്രെയിനുകൾ, ഗ്യാസ് കട്ടറുകൾ, ട്രക്കുകൾ എന്നിവ പരസ്യമായി സൈറ്റിലെത്തിച്ചാണ് ഇവർ ജോലി തുടങ്ങുന്നത്. പഴയതോ ഉപയോഗശൂന്യമായതോ ആയ നിർമ്മിതികൾ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം പൊളിച്ചു മാറ്റുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കും. പലപ്പോഴും നാട്ടുകാരുടെ സഹായം ഇവർക്ക് ലഭിക്കാറുണ്ട്. ഇത്തരം വലിയ നീക്കങ്ങൾ താഴെ തട്ടിലുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ പോലീസിൻ്റെയോ റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ ഒത്താശയോടെയാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിഹിതം ലഭിക്കുന്നതിനാൽ അവർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വൈകിക്കുന്നു.
മോഷ്ടിക്കുന്ന ഇരുമ്പും മറ്റ് സാമഗ്രികളും മണിക്കൂറുകൾക്കകം വലിയ മുറിക്കൽ കേന്ദ്രങ്ങളിൽ എത്തിച്ച് രൂപമാറ്റം വരുത്തുന്നു. പിന്നീട് ഇത് വൻകിട ആക്രി വ്യാപാരികൾക്ക് മറിച്ചു വിൽക്കുന്നതിനാൽ തൊണ്ടിമുതൽ കണ്ടെത്തുക അസാധ്യമാണ്. സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ അതേത് വകുപ്പിന്റെ പരിധിയിൽ വരുന്നു എന്ന് നിശ്ചയിച്ച് പോലീസിൽ ഔദ്യോഗികമായി പരാതി എത്തുമ്പോഴേക്കും ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ടുണ്ടാകും. വെറും പ്രാദേശിക കള്ളന്മാരല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സമാന്തര സാമ്രാജ്യങ്ങളാണ് ഇവിടെയുള്ളത്. സാങ്കേതിക വിദ്യയും ഭരണ സംവിധാനത്തിലെ പഴുതുകളും ഉപയോഗിച്ചാണ് ഇവർ പൊതുമുതലും ഭൂമിയും കവരുന്നത്. ആക്രി മാഫിയാണ് ഇതിൽ പ്രധാനം. ഇവർക്ക് സ്വന്തമായി എഞ്ചിനീയർമാർ, ഗ്യാസ് കട്ടർ വിദഗ്ധർ, ക്രെയിൻ ഓപ്പറേറ്റർമാർ എന്നിങ്ങനെ ഒരു സംഘം തന്നെയുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് ഒരു വലിയ ഇരുമ്പ് ഘടന പൊളിച്ചു മാറ്റാൻ ഇവർക്ക് സാധിക്കും. പലപ്പോഴും റെയിൽവേയുടെയോ പൊതുമരാമത്ത് വകുപ്പിൻ്റെയോ വ്യാജ ലേല സർട്ടിഫിക്കറ്റുകൾ ഇവർ നിർമ്മിക്കാറുമുണ്ട്. ഇത് കാണിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥരെ പോലും വിശ്വസിപ്പിച്ചാണ് 2 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ട്രാക്ക് സമസ്തിപൂരിൽ നിന്നും കടത്തിയത്. മോഷ്ടിച്ച ഇരുമ്പ് അതേപടി വിൽക്കാറില്ല. അത്യാധുനിക രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ച് ഇത് ഉടൻ തന്നെ ഉരുക്കി വലിയ ഇരുമ്പ് കട്ടകളാക്കി മാറ്റുന്നു. ഇത് പിന്നീട് വൻകിട നിർമ്മാണ കമ്പനികൾക്ക് വിൽക്കുന്നതിനാൽ പോലീസിന് തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയില്ല. ബീഹാറിൽ ഭൂമിയുടെ വില കുതിച്ചുയർന്നതോടെ ഏറ്റവും ലാഭകരമായ കുറ്റകൃത്യമായി മാറിയത് ഭൂമി കൈയേറ്റമാണ്. ദർഭംഗയിൽ ഒരു മുഴുവൻ കുളം നികത്തി മുളങ്കൊടിൽ കെട്ടിയ സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. കബ്സ ഗ്യാങ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. സർക്കാർ വക ഭൂമികൾ, അനാഥമായി കിടക്കുന്ന പ്രവാസികളുടെ പറമ്പുകൾ, പൊതുകുളങ്ങൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. രാത്രിയോടകം JCBകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റി അല്ലെങ്കിൽ മണ്ണടച്ച് അതിർത്തി തിരിച്ച് ഇവർ മതിൽ കെട്ടും. രജിസ്ട്രേഷൻ ഓഫീസുകളിലെ ചില ജീവനക്കാരുടെ സഹായത്തോടെ 50 മുതൽ 60 വർഷം പഴക്കമുള്ള വ്യാജ ആധാരങ്ങളും ഉടമസ്ഥാവകാശ രേഖകളും ഇവർ ചമയ്ക്കുന്നു. യഥാർത്ഥ ഉടമ കോടതിയിൽ പോയാലും വർഷങ്ങളോളം കേസ് നീണ്ടുപോകും. ഭൂമി ഒഴിപ്പിക്കാനും വാങ്ങാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്താനും ഇവർ സ്വന്തമായി ആയുധധാരികളായ ഗുണ്ടകളെയും വളർത്തുന്നുണ്ട്. നളന്ദ, പട്ന തുടങ്ങിയ ജില്ലകളിൽ സജീവമായ സന്തോഷ് ഡോൺ പോലുള്ള കുപ്രസിദ്ധ ഭൂമാഫിയ തലവന്മാർക്കെതിരെ 30ലധികം കേസുകളാണ് നിലവിലുള്ളത്. രാഷ്ട്രീയക്കാരുടെയും വൻകിട ഉദ്യോഗസ്ഥരുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഈ ഭൂമാഫിയകൾ വഴിയാണ്. തങ്ങളുടെ ബന്ധുക്കളുടെയും വിശ്വസ്തരുടെയും പേരിൽ ഇവർ കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും വാങ്ങിക്കൂട്ടുന്നു. ഈ മാഫിയകൾക്കെതിരെ ബീഹാർ പോലീസിന്റെ ഇക്കണോമിക് ഒഫൻസ് വിംഗ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെ ഭാഗമായി മുൻ MLAമാരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖ ഭൂമാഫിയകളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ കണ്ടുകെട്ടുന്നത്. പക്ഷേ എന്നിട്ടും ഇവർ ഒതുങ്ങുന്നില്ല. ബീഹാറിൽ പാലവും റോഡും അടക്കമുള്ള വൻകിട മാഫിയ കവർച്ചകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പട്ന, മുസാഫർപൂർ, റോഹ്താസ്, കതിഹാർ, ദർഭംഗ തുടങ്ങിയ ജില്ലകളിലാണ്. ഇവിടെ പലയിടത്തും തസ്കര ഗ്രാമങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു. കതിഹാർ ജില്ലയിലെ കോർഹ ബ്ലോക്കിലുള്ള ജുറാബ്ഗഞ്ച് ഒരു തസ്കര ഗ്രാമമായിട്ടാണ് അറിയപ്പെടുന്നത്. കുട്ടികളെ ചെറുപ്പം മുതലേ ഇവിടെ മോഷണ രീതികൾ പഠിപ്പിക്കാറുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഗ്രാമക്കാർക്കെതിരെ ആയിരക്കണക്കിന് കേസുകളുമുണ്ട്. ബാങ്ക് തട്ടിപ്പുകൾ, മാല പൊട്ടിക്കൽ, ശ്രദ്ധ തിരിച്ച് മോഷണം എന്നിവയാണ് പ്രധാന രീതികൾ. 1970കളിൽ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി ബീഹാറിലെ ഈ ഭാഗത്ത് വന്ന് സ്ഥിരതാമസമാക്കിയവരാണ് ഇവിടുത്തെ ബഞ്ചാര സമുദായക്കാർ. കൃഷിഭൂമിയോ മറ്റ് സ്ഥിര വരുമാന മാർഗ്ഗങ്ങളോ ഇല്ലാതിരുന്നതിനാൽ ഇവരിൽ ചിലർ ബാങ്ക് തട്ടിപ്പുകളിലേക്കും മാല പൊട്ടികളിലേക്കും തിരിഞ്ഞു. ഇത് പിന്നീട് കോർഹ ഗ്യാങ് എന്ന പേരിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടു. അതുപോലെ ചില ജാതികൾ തസ്കര ജാതികളായി ചാപ്പയടിക്കപ്പെട്ടവരാണ്. ജുറാബ്ഗഞ്ച് ഗ്രാമത്തിൽ കുപ്രസിദ്ധമായ മോഷണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ബഞ്ചാര സമുദായത്തിൽപ്പെട്ടവരും മറ്റു ചില നാടോടി ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്രൂരമായ നിയമങ്ങളും അതുണ്ടാക്കിയ സാമൂഹ്യ പാർശ്വവൽക്കരണവും ഈ സമുദായങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പിന്നിലുണ്ട്. 1871 ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ ചില നാടോടി ഗോത്രങ്ങളെയും ജാതികളെയും ജന്മനാൽ കുറ്റവാളികളായി പ്രഖ്യാപിച്ചു. സ്ഥിരമായി ഒരിടത്ത് താമസിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന നാടോടികളെ നിയന്ത്രിക്കാനും അവരിൽ നിന്ന് നികുതി പിരിക്കാനും ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂടാതെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്ത ചില ഗോത്രങ്ങളെ അടിച്ചമർത്താനും ഈ നിയമം ഉപയോഗിച്ചു. ഈ നിയമപ്രകാരം ഈ സമുദായത്തിൽ ജനിക്കുന്ന കുട്ടികൾ പോലും കുറ്റവാളികളായി മുദ്രകുത്തപ്പെട്ടു. ഇവരെ പോലീസ് നിരന്തരം നിരീക്ഷിക്കുകയും യാത്ര ചെയ്യുന്നതിന് പ്രത്യേക പെർമിറ്റുകൾ നിർബന്ധമാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം 1952 ഇന്ത്യ ഈ കരിനിയമം റദ്ദാക്കുകയും ഇവരെ വിമുക്ത ജാതികളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമം മാറിയെങ്കിലും സമൂഹത്തിന്റെ മനോഭാവം മാറിയില്ല. കള്ളന്മാരുടെ ജാതി എന്ന മുദ്രകുത്തൽ കാരണം ഇവർക്കാരും ജോലിയോ ഭൂമിയോ താമസിക്കാൻ സ്ഥലമോ നൽകിയില്ല. പരമ്പരാഗതമായി വനങ്ങളെയും നാടോടി ജീവിതത്തെയും ആശ്രയിച്ചിരുന്ന ഇവർക്ക് പുതിയ ലോകത്ത് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ ചില ഗ്രൂപ്പുകൾ അതിജീവനത്തിനായി വീണ്ടും മോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഇവിടുത്തെ പഴയ തലമുറ കുട്ടികളെ മോഷണം പഠിപ്പിക്കുന്നതായി പോലീസ് റെക്കോർഡുകളിൽ ഉണ്ടെങ്കിലും പുതിയ തലമുറയിലെ യുവാക്കൾ വിദ്യാഭ്യാസം നേടാനും ഈ കള്ളപ്പേര് മാറ്റാനും കഠിനമായി ശ്രമിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ വെറും 10% ആളുകൾ മാത്രമാണ് ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചുരുക്കത്തിൽ കൃത്യമായ പുനരധിവാസവും വിദ്യാഭ്യാസവും നൽകാതെ ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകളോളം മാറ്റി നിർത്തിയതിൻ്റെ ദുരന്തഫലമാണ് ഇന്നത്തെ തസ്കർ ഗ്രാമങ്ങൾ രൂപപ്പെടാൻ കാരണം. ഇത്തരം പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത വൻകിട കൊള്ളക്കാരും ബീഹാറിൽ നിരവധിയുണ്ട്. ഗോൾഡൻ തീഫ് എന്ന് വിളിക്കപ്പെടുന്ന സുബോധ് സിംഗ് ഇന്ത്യയിലുടനീളം കോടിക്കണക്കിന് രൂപയുടെ വൻകിട സ്വർണ്ണ കവർച്ചകൾ ആസൂത്രണം ചെയ്യുന്ന കുപ്രസിദ്ധ അന്തർ സംസ്ഥാന ഗ്യാങ്ങിൻ്റെ തലവനാണ്. സുബോധ് കുമാർ സിംഗ്, ദിലീപ് സിംഗ് എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെടുന്നു.
ബീഹാറിലെ നളന്ദ ജില്ലയിലെ ചിസ്തിപൂർ സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പട്നയിലെ ബെയൂർ ജയിൽ, പൂർണിയ ജയിൽ എന്നിവിടങ്ങളിൽ കിടന്നുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ വൻകിട കവർച്ചകൾ റിമോട്ടായി നിയന്ത്രിക്കുന്നത്. ഈ ഗ്യാങ് സാധാരണ വീടുകളോ ചെറിയ കടകളോ ലക്ഷ്യം വെക്കാറില്ല. മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് പോലുള്ള പ്രമുഖ സ്വർണ്ണ പണയ സ്ഥാപനങ്ങളും തനിഷ്ക പോലുള്ള വലിയ ജ്വല്ലറി ഷോറൂമുകളുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വിവിധ സംസ്ഥാനങ്ങളിലായി ഇതുവരെ ഏകദേശം 400 കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് ഇവർ കൊള്ളയടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആകെ മൂല്യം 100 കണക്കിന് കോടി വരും. ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, തെലങ്കാന തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ ഗ്യാങ് വിജയകരമായി ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് +2 വരെ പഠിച്ച സുബോധ് സിംഗ് ആദ്യകാലത്ത് ബീഹാർ പോലീസിന്റെ ഒരു ഇൻഫോർമറായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതോടെ പോലീസ് എങ്ങനെയാണ് കേസുകൾ അന്വേഷിക്കുന്നതെന്നും നിരീക്ഷണ സംവിധാനങ്ങൾ എങ്ങനെയാണെന്നും പോലീസിനൊപ്പം നടന്ന ഇയാൾക്ക് മനസ്സിലാക്കാനായി. പിന്നീട് സുബോധ് സംഘടിത കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു. 2018 ജനുവരിയിൽ പട്നയിൽ വെച്ച് 15 കിലോ സ്വർണവുമായി ബീഹാർ STF ഇയാളെ അറസ്റ്റ് ചെയ്തു. അന്ന് തൊട്ട് ഇയാൾ ജയിലിലാണ്. ജയിലിനുള്ളിലേക്ക് രഹസ്യമായി കടത്തുന്ന മൊബൈൽ ഫോണുകളിലൂടെ, വീഡിയോ കോളുകളിലൂടെയും അഡ്വാൻസ്ഡ് മൊബൈൽ ആപ്പുകൾ വഴിയാണ് സുബോധ് സിംഗ് പുറത്തുള്ള തൻ്റെ ഷൂട്ടർമാരെയും കള്ളന്മാരെയും നിയന്ത്രിക്കുന്നത്. ഇയാൾ കവർച്ചയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ക്രിമിനലുകൾക്ക് പരസ്പരം അറിയില്ല. കവർച്ച സമയത്ത് മാത്രമേ അവർ ഒന്നിക്കൂ. ഇത് കാരണം ഒരാൾ പിടിയിലായാലും മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കില്ല. ജ്വല്ലറികളിൽ പോയി കൃത്യമായി വിവരം ശേഖരിച്ച് ഡിജിറ്റൽ ട്രാക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കി ആയുധങ്ങളുമായി എത്തി മിനിറ്റുകൾക്കുള്ളിൽ കവർച്ച നടത്തി ഇവർ രക്ഷപ്പെടുന്നു. കവർച്ചയ്ക്ക് ശേഷം ഷൂട്ടർമാർ ദിവസത്തിൽ 3 തവണ ജയിലിലുള്ള ബോസിന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം. കൃത്യമായി ലക്ഷ്യം കാണാത്ത ഷൂട്ടർമാരുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന രീതിയും ഇയാൾക്കുണ്ട്. വെറും സ്വർണ്ണ കവർച്ചയിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലെ പ്രമുഖ ബിസിനസ്സുകാരെ ജയിലിനുള്ളിലിരുന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. 2020 പശ്ചിമ ബംഗാളിലെ BJP യുവ നേതാവ് മനീഷ് ശുക്ലയുടെ കൊലപാതകത്തിലും സുബോധ് സിംഗിന് പങ്കുണ്ടെന്ന് പശ്ചിമ ബംഗാൾ CID കണ്ടെത്തിയിട്ടുണ്ട്. സുബോധ് സിംഗ് ഗ്യാങ്ങിൽ മാത്രം 100-ലധികം സജീവ ക്രിമിനലുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ബീഹാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. ബീഹാറിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും പതിറ്റാണ്ടുകളായിട്ടുള്ള കടുത്ത ജാതി വിവേചനങ്ങളും ക്രിമിനൽ സംഘങ്ങൾ വളരുന്നതിനും മാഫിയ ഭരണം രൂപപ്പെടുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും യുവാക്കളെ ക്രിമിനൽ വഴികളിലേക്ക് നയിക്കുമ്പോൾ ജാതി സമവാക്യങ്ങൾ ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണവും സമൂഹത്തിൽ ഒരു പരിധിവരെ ഹീറോ പരിവേഷണവും നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. വ്യവസായങ്ങളുടെ അഭാവം മൂലം ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് കൃത്യമായി തൊഴിൽ ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസം നേടിയാലും ജോലിയില്ലാതെ തിണ്ടുന്ന യുവാക്കളെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പണം നൽകി ആക്രി ഭൂമാഫിയകൾക്കും സ്വർണ്ണ കവർച്ചാ സംഘങ്ങൾക്കും തങ്ങളുടെ കൂട്ടാളികളാക്കി മാറ്റാൻ സാധിക്കുന്നു. 90കളിൽ ലാലുവിൻ്റെ ജംഗിൾ രാജ് കാലത്താണ് ഇവിടെ തസ്കര സംഘങ്ങൾ താഴ്ച വളർന്നത്. അക്കാലത്ത് ദിവസക്കൂലി അവിടെ വെറും 10 രൂപയായിരുന്നുവെന്നാണ് പലരും എഴുതിയത്. കാര്യമായ തൊഴിലൊന്നും ഇല്ലാതായതോടെ പ്രദേശത്തെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കവർച്ചയിലേക്ക് തിരിഞ്ഞു. കവർച്ച ഒരു ജോലിയായി മാറി. ബീഹാർ തസ്കര വീരന്മാർ ഇന്നും പിന്തുടരുന്ന ഒരു രീതിയാണ് നഗ്നരാക്കി കവർച്ച നടത്തുക. ഇരകളുടെ അടിവസ്ത്രവും ബെഡ്ഷീറ്റും അടക്കമുള്ള സകല തുണികളും മോഷ്ടിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ചെയ്തു. അതായത് നിങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവും കിട്ടില്ല. വസ്ത്രമില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി ആളുകളെ വിളിക്കാൻ കാലതാമസമെടുക്കും. ആ സമയം നോക്കി അവർ തടിതപ്പും. 90കളിൽ ഒരു ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിച്ച മലയാളി പത്രപ്രവർത്തകർ ഈ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ബീഹാറിലെ പൂർണിയയിലെത്തി ഒരു ലോഡ്ജിൽ തങ്ങി ആ ദിവസം തന്നെ തോക്ക് ചൂണ്ടി ഒരു സംഘം അർദ്ധരാത്രിയോടെ റൂമിലെത്തി. വാച്ചും പേഴ്സും ബാഗും മാലയും മോതിരവും അടക്കം സകലതും കവർന്നാണ് അവർ മടങ്ങിയത്. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാതിരിക്കാനായി അടിവസ്ത്രമൊഴികെയുള്ള മുഴുവൻ ഡ്രസ്സും അവർ കൊണ്ടുപോയി. നേരം വെളുത്തപ്പോൾ കിടക്കവരി ഉണ്ടാക്കിയെടുത്താണ് മാധ്യമപ്രവർത്തകർ റിസപ്ഷനിലെത്തി കൊള്ളയടി വിവരം പറഞ്ഞത്. അപ്പോൾ അവർക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. കാരണം അത് ആ നാട്ടിലെ പതിവായിരുന്നു. ഈ കവർച്ചാ സംഘം പ്രദേശത്തെ ലോഡ്ജുകളിലും മറ്റും ചെന്ന് ഭീഷണിപ്പെടുത്തും. പുതുതായി ആര് വന്നാലും വിവരം അറിയിക്കണം. കൊള്ളസംഘം അവിടെ എത്തി കൊള്ളയടിച്ച് ഒരു പങ്ക് ലോഡ്ജുകാർക്ക് നൽകി മടങ്ങും. കവർച്ച ചെയ്യുന്നത് ഒരു തെറ്റായി പോലും അക്കാലത്ത് ഗ്രാമീണർ കണ്ടിരുന്നില്ല. അവരും സാധാരണക്കാരെ പോലെ ജീവിച്ചു. കൊള്ളയടിക്കേണ്ട ഒരു ഉരുപ്പിടി കണ്ടാൽ നാട്ടുകാർ തന്നെ സംഘത്തെ വിവരം അറിയിക്കുമായിരുന്നു. ഇതുകൊണ്ടൊക്കെ മുന്നിൽ തോക്കുള്ള സ്വകാര്യ സെക്യൂരിറ്റി വാഹനമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് സമ്പന്നർ യാത്ര ചെയ്തിരുന്നത്. ജാതി കൊലകളും വ്യാപകമായ കാലമായിരുന്നു അത്. നാടൻ തോക്ക് നിർമ്മാണം ഒരു കുടിൽ വ്യവസായം പോലെയായിരുന്നു അന്ന്. ഇന്നും ബീഹാറിലെ നേപ്പാൾ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് മുംഗർ, ലക്ഷ്മി സരായ് തുടങ്ങിയ ജില്ലകളിലും അധികം പേരുടെയും ഉപജീവന മാർഗം തോക്ക് നിർമ്മാണം തന്നെയാണ്. 1980, 1990 കാലഘട്ടങ്ങളിൽ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിൽ ബീഹാറിൽ കടുത്ത ഭൂമി തർക്കങ്ങളും ജാതി അക്രമങ്ങളും നിലനിന്നിരുന്നു. തങ്ങളുടെ ജാതിയെ സംരക്ഷിക്കാൻ രൺവീർ സേന, അതായത് ഉയർന്ന ജാതിക്കാരുടെ സംഘടന, ലാലി സേന, അതായത് താഴ്ന്ന ജാതിക്കാരുടെ സംഘം തുടങ്ങിയ നിരവധി സായുധ സംഘങ്ങൾ രൂപപ്പെട്ടു. ഈ സംഘങ്ങളിൽ തോക്കേന്തി നടന്നവരാണ് പിന്നീട് പലവിധ കവർച്ച ക്രിമിനൽ മാഫിയകളായി മാറിയത്. ബീഹാറിൽ ക്രിമിനലുകൾ പലപ്പോഴും ഒരു ജാതിയുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു കൊള്ളക്കാരൻ സ്വന്തം ജാതിക്കാരനാണെങ്കിൽ അയാൾ ചെയ്യുന്ന കുറ്റങ്ങൾ ജനങ്ങൾ ന്യായീകരിക്കുകയും പോലീസ് നടപടികളിൽ നിന്ന് അയാൾക്ക് രാഷ്ട്രീയക്കാരുടെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. ഇത് ക്രിമിനലുകൾക്ക് നിയമവ്യവസ്ഥയെ ഭയമില്ലാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ബീഹാറിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജംഗിൾ രാജിൽ നിന്ന് ബീഹാർ മുക്തമായെങ്കിലും തസ്കര രാജിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയും സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. ജാതി, മത, സാമൂഹ്യ പ്രശ്നം കൂടിയാണ് ഇവിടുത്തെ കവർച്ച.